بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله حيثما كنتم. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, സർവശക്തനായ അല്ലാഹുവിനെ സൂക്ഷിച്ച് നല്ല മുസ്ലിമായി, മുഅ്മിനായി, മുവഹ്ഹിദായി, മുഖ്ലിസായി ജീവിക്കാൻ കഴിവിന്റെ പരമാവധി ശ്രമിക്കണമെന്ന് ഞാൻ എന്നോടും അല്ലാഹുവിന്റെ വീട്ടിൽ വന്നു ചേർന്ന നമ്മളിൽ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മുസ്ലിമായി, മുഅ്മിനായി ജീവിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ധാരാളം രോഗികളുണ്ട്. അല്ലാഹു അവർക്ക് ശമനം നൽകുമാറാകട്ടെ. 9 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ്, എന്താണ് അസുഖമെന്ന് പോലും ഡോക്ടർമാർക്ക് നിജപ്പെടുത്താനാവാതെ ഈ പള്ളിയിൽ വന്ന സഹോദരന്റെ കുട്ടിയാണ്. എന്ത് രോഗമാണ് എന്ന് പോലും നിർണയിക്കാനാവാത്ത വിധത്തിൽ വെന്റിലേറ്ററിലാണ്. ഇന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുന്നു. ആ കുട്ടിക്ക് പൂർണ്ണമായ ശമനം അല്ലാഹു നൽകുമാറാകട്ടെ. കുടുംബത്തിന് അല്ലാഹു ആശ്വാസം നൽകുമാറാകട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്ന കുറെ ആളുകളുണ്ട്. രോഗം കൊണ്ട്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട്, കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട്, മക്കളുടെ അതിരുവിട്ട ജീവിതത്തെ കണ്ട് പൊറുതിമുട്ടി സഹിക്കാനാവാതെ കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന കുടുംബങ്ങൾ. എല്ലാവരുടെയും സദുദ്ദേശങ്ങളെ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ഏതൊരു പ്രശ്നമാണോ നമ്മളിൽ ഓരോരുത്തരും അനുഭവിക്കുന്നത്, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അറിയുന്നതിനേക്കാൾ എല്ലാ നിലക്കും അറിയുന്ന റബ്ബ് അതിന് പരിഹാരം ഉണ്ടാക്കി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ 5 നേരം നമസ്കരിക്കുന്നവരാണ്. അപ്പോഴാണ് നമ്മൾ മുസ്ലിം ആവുക. ഒരു മുസ്ലിമും ഒരു അമുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം, ഫർഖ്, നമസ്കാരമാണ്. അത് മാത്രമാണ് എന്നല്ല, അതിൽ പ്രധാനപ്പെട്ടതാണ് നമസ്കാരം. അത് അല്ലാഹു സ്വീകരിക്കുന്നുണ്ട് എന്ന വിശ്വാസത്തിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ളുഹർ കഴിഞ്ഞ് ഒരു കച്ചവടത്തിൽ ഒരു ചതി ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം എന്റെ ളുഹർ അല്ലാഹു സ്വീകരിച്ചിട്ടില്ല എന്നാണ്. കാരണം ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരം അവനെ മ്ലേച്ഛമായ കാര്യത്തിൽ നിന്ന് തടയും. വെറുക്കപ്പെട്ട എല്ലാ കൃത്യങ്ങളിൽ നിന്നും അല്ലാഹു അവനെ തടയും നമസ്കാരം കൊണ്ട്. 5 നേരത്തെ നമസ്കാരം അവൻ 5 നേരം കുളിക്കുന്നത് പോലെ അവന്റെ മനസ്സിനെ കഴുകാനുള്ള ഇബാദത്താണ്. അപ്പൊ എന്റെ സുബഹി സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ അങ്ങനെ അറിയാം. സുബഹിക്ക് ശേഷം ഒരു കച്ചവടം തുടങ്ങണേ, അപ്പൊ തന്നെ ചതിയാണ്.
തൃശ്ശൂരിലെ കുറെ ഷോപ്പ് നടത്തുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. കച്ചവടത്തിൽ ചിലപ്പോ ചില മാസങ്ങളിൽ ലാഭം കൂടുതൽ കിട്ടും, പ്രോഫിറ്റ് കൂടുതൽ കിട്ടും, ചില മാസങ്ങളിൽ കുറയും. കച്ചവടത്തിൽ നിങ്ങൾ കസ്റ്റമറിനെ ചതിച്ചുകൊണ്ടുള്ള ഒരു കച്ചവട ലാഭമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നമ്മുടെ നമസ്കാരവും നമ്മുടെ ഇബാദാത്തും അല്ലാഹു സ്വീകരിക്കുന്നില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. അതേതിലും റിയൽ എസ്റ്റേറ്റ് നടത്തുന്ന ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടാവും. നാവിട്ടടിച്ച് വേണ്ടാന്ന് വിചാരിക്കുന്ന ആളെ കൊണ്ട് വേണമെന്ന് വെപ്പിക്കുന്ന വിധത്തിലുള്ള സംസാരം. നമ്മൾ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ വാങ്ങും. ലാഭമെടുക്കുക, അതിനൊന്നും ഇസ്ലാം എതിർത്തിട്ടില്ല. പക്ഷേ ആ ലാഭത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കളവ് പറയും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ ആ മേഖലയിലേക്ക് ഈ ഖുത്ബയുടെ വിഷയം കൊണ്ടുപോകാനല്ല ഞാനിത് പറഞ്ഞത്. ഏത് വിഷയമാണെങ്കിലും അവിടെ നേരുണ്ടാവണം, അവിടെ സത്യസന്ധത ഉണ്ടാവണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യരോട് അല്ലെങ്കിൽ മനുഷ്യനെ തൊട്ട് അവന്റെ ഈ താടിയെല്ലുകൾക്കിടയിലുള്ള ഈ ഇറച്ചിക്കഷ്ണം, എല്ലില്ലാത്ത ഇറച്ചിക്കഷ്ണം ഉണ്ടല്ലോ, നാവ്, അതിനെയും രണ്ട് തുടയെല്ലുകൾക്കിടയിലുള്ള ലൈംഗികമായ അവയവത്തെയും ജനനേന്ദ്രിയത്തെയും സൂക്ഷിക്കാമെന്ന് നിങ്ങൾ എനിക്ക് ഉറപ്പു തന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിന് ജാമ്യം നിൽക്കാമെന്ന് തങ്ങളായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര സമയം വേണമെങ്കിലും വിശദീകരിക്കാവുന്ന രണ്ട് കാര്യമാണ് നാവ്, ജനനേന്ദ്രിയം. ഇത് സൂക്ഷിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ സ്വർഗത്തിന് ഞാൻ നിങ്ങൾക്ക് ജാമ്യം നിൽക്കാമെന്നാണ് നമ്മുടെ നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളായ മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെങ്ങനെ? എല്ലാം ഈ രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് മനുഷ്യന്റെ എല്ലാ പിഴവുകളും സംഭവിക്കുന്നത്. മനുഷ്യനെ ചതിക്കുന്നത്, സംസാരിച്ച് വീഴ്ത്തുന്നത്, അഭിഹിതമായ നോട്ടം, അഭിഹിതമായ എല്ലാം ഈ പറയപ്പെട്ട രംഗങ്ങളിലൊക്കെ കടന്നു വരും. നാം വിളിക്കുന്ന കോള്, നാം നടത്തുന്ന ചാറ്റിങ്, എല്ലാം ഇതുമായി ഇങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നതായി. സൂക്ഷ്മത. ഒരാളെ കുറിച്ച് നമ്മൾ തെറ്റായ ഊഹം നടത്താൻ പാടില്ല. അയാൾ അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും, ഒന്നും ഊഹിക്കണ്ട. ഒരു മുസ്ലിമിന്റെ വഴി സ്ട്രൈറ്റ് ആണ്. ഒനാവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് ഇങ്ങനെ ഇടപെടേണ്ട ആവശ്യമില്ല. പറയുകയാണെങ്കിൽ ഖൈറ് പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. കുറെ സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ ആ സംസാരത്തില് ഖൈറ് പറയാൻ നിനക്ക് കഴിയില്ലേ? തൊള്ള തുറന്നാൽ, വാ തുറന്നാൽ മറ്റുള്ളവരുടെ കുറ്റ പറയുക. പൂട്ടിയിട്ടോ നിന്റെ എല്ലാ ഇബാദാത്തും നഷ്ടപ്പെട്ടു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഊഹം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ വന്ന്. വിശ്വാസികളെ, നിങ്ങൾ ഊഹത്തെ സൂക്ഷിക്കണം. ഊഹം എന്നത് അധികവും ഇന്ന ബഅദൽ വന്നി ഇസ്മ വലാ തജസ്സസു വലാ യഅതബ് ബഅദുകും ബഅദ. നിങ്ങൾ ചാരപ്പണി എടുക്കരുത്, ഊഹിച്ച് സംസാരിക്കരുത്, ഗീബത്ത് നടത്തരുത്. എന്നിട്ട് ഖുർആൻ ചോദിക്കുകയാണ്, അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈത. നിന്റെ മരിച്ചു കിടക്കുന്ന സഹോദരന്റെ മാംസം തിന്നാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്റെ ബ്രദർ മരിച്ചെടുക്കുക, അവന്റെ ശരീരത്തിൽ നിന്നൊരു മാംസം എടുത്ത് ഭക്ഷിക്കാൻ, വേവിച്ചോ വേവിക്കാതെയോ ആ പച്ച മാംസം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു ഇല്ല എന്നാണ് ഒരു മനുഷ്യന്റെ മനസ്സിന്റെ മന്ത്രമെങ്കിൽ ഖുർആൻ പറയാണ്,
നീ ഗീബത്ത് നടത്തരുത്. ഓന്റെ പിറകെ പോയി ചുടിഞ്ഞ് അതിന്റെ ഡെപ്തിലേക്ക് ചെന്ന് അവന്റെ ജീവിതത്തിൽ വല്ല നെഗറ്റീവും ഉണ്ടോ എന്ന് പരിശോധിച്ച് ആ പണി നിന്നെ ഏൽപ്പിച്ചിട്ടില്ല. ആ പണി അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. മനുഷ്യന്റെ ഹൃദയത്തിന്റെ തുടിപ്പും വെടിപ്പും നിയന്ത്രിക്കുന്ന ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹ്, മനുഷ്യന്റെ കണ്ണിന്റെ കട്ടുനോട്ടം തിരിച്ചറിയുന്ന അള്ളാഹ്, അവനറിയാം ഇവന്റെ സ്വഭാവം എന്താണ്, ഇവന്റെ പെരുമാറ്റം എന്താ. ഈ പള്ളിയിൽ ഇപ്പൊ ഇരിക്കുന്ന 100 കണക്കിന് ആളുകൾ, നിങ്ങളൊക്കെ നെയ്യത്ത് എന്താ എനിക്കറിയോ, എന്റെ നെയ്യത്ത് നിങ്ങൾക്കറിയോ? അറിയില്ല. ഈ മിമ്പറിൽ കയറി ഞാൻ സംസാരിക്കുമ്പോ എന്റെ ഖുത്ബ നല്ലൊരു ഖുത്ബയാണ് എന്ന സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ അടുത്ത് കിട്ടാനാണെങ്കിൽ അതുപോലും പിഴച്ച റൂട്ടാ. എന്റെ നീയത്ത് അള്ളാഹുവിനെ അറിയൂ. നിങ്ങളുടെ നീയത്തും നിങ്ങളുടെ മനസ്സും അറിയുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് ഒരാളുടെ പിറകെ പോവുക, അയാളെ കുറിച്ച് ഇങ്ങനെ ചുഴിഞ്ഞന്വേഷണം നടത്തുക പാടില്ല. എന്നാൽ ഒരു മനുഷ്യൻ കുടുംബങ്ങളെ, അയൽവാസികളെ തെറ്റിലേക്ക് കൊണ്ടുപോകാനാണ് അയാളുടെ ചില രഹസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അത് നമുക്ക് തടയാം, അത് അവരുടെ മുന്നിൽ പരസ്യപ്പെടുത്താം. ഞാൻ ഇപ്പൊ വിശദീകരിക്കണില്ല. അപ്പൊ ഞാൻ നിങ്ങളുടെ ഖത്തീബാണ്. 2008 മുതൽ ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശരി, ഞാൻ ഈ മിമ്പറിൽ നിന്നിട്ട് നിങ്ങളോട് പറയുമ്പോ തെറ്റായ മെസ്സേജുകൾ, ഖുർആനിനെതിരെ, ഹദീസിനെതിരെ, അള്ളാഹുവിന്റെ ദീനിനെതിരെ ഞാൻ സംസാരിച്ചാൽ ഇവിടുത്തെ ഭാരവാഹികൾ ഇടപെട്ട് എന്നെ ഈ മിമ്പറിൽ പിന്നെ പ്രവേശിപ്പിക്കാൻ അനുവദിച്ചുകൂടാ. ഞാൻ ഖുർആനിനും സുന്നത്തിനും എതിരെ പറയുകയാണ്. അത് ഞാൻ വേറെ ഏതെങ്കിലും സ്ഥലത്ത് കൂടിയിരുന്ന് ചില കുത്തിത്തിരിപ്പുകളൊക്കെ ഉണ്ടാക്കി ആളുകളെ ഇസ്ലാമിക റൂട്ടിൽ നിന്ന് വഴിപഠിപ്പിക്കുകയാണെങ്കിലോ എനിക്കെതിരെ പറയണം. കാരണം ഒരു സമൂഹത്തെ നരകത്തിലേക്ക് കൊണ്ടുപോകാനാണ് എന്റെ പണി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അത് പരസ്യപ്പെടുത്താം. അത് ദഅവത്ത് കൃത്യമായി നിർവഹിക്കാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകളുടെ പേര് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. ഖുർആൻ ചില വ്യക്തിത്വങ്ങളെ എടുത്തു പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. എന്തിനാ അങ്ങനെ? അപ്പൊ ചില ആളുകൾക്ക് നല്ല സ്വാധീനം ഉണ്ടാവും. അയാൾ പറഞ്ഞാൽ കുറെ ആളുകൾ കേൾക്കും. പക്ഷെ പറയുന്നത് മുഴുവനും ദീനിനെതിരാ. അത് ശരിയല്ല എന്ന് പേര് പറഞ്ഞു പറയാതെയും സൂചിപ്പിക്കേണ്ടി വരും. അത് അയാളെ ഇകഴ്ത്താനോ അയാളെ താഴ്ത്താനൊന്നുമല്ല. ഈ സമൂഹം തിന്മയിൽ നിന്ന് രക്ഷപ്പെടാനാണ്. ഒരു വലിയ സൊസൈറ്റി ഈ വൃത്തികെട്ട മാർഗത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പോ ഊഹത്തെ കുറിച്ച്, ചാരപ്രവൃത്തിയെ കുറിച്ച്, ഗീബത്തിനെ കുറിച്ച് സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു തആല പറഞ്ഞു. സ്വാഭാവികമായി സഹാബ കിറാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖീല യാ റസൂലല്ലാഹ് മൽ ഗീബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയേ എന്താണ് ഗീബത്ത്? ഇവിടെ കുറെ എല്ലാവരും, ഒരു 99.9% ആളുകളും ജീവിതത്തിൽ എപ്പോഴെങ്കിലും മറ്റുള്ളവരെ കുറിച്ച് പരാമർശിക്കുന്നവരായി. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യും. കാറിലിരുന്ന് യാത്ര ചെയ്യുമ്പോ, ട്രെയിനിലിരുന്ന് യാത്ര ചെയ്യുമ്പോ, ആ ഫ്ലൈറ്റിലിരുന്ന് യാത്ര ചെയ്യുമ്പോ, ഒരു സ്ഥലത്ത് ഒഴിഞ്ഞിരിക്കുമ്പോ, മറ്റുള്ളവന്റെ സംസാരം നടത്തുമ്പോ സൂക്ഷിച്ചോ, ഇല്ലെങ്കിൽ അപകടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, എന്താണ് പ്രവാചകരെ ഗീബത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ദിക്റുക അഖാക ബിമാ യക്റഹ്. എന്താണ്? ദിക്റുക അഖാക ബിമാ യക്റഹ്. ഒരു സഹോദരന് വെറുപ്പുണ്ടാകുന്ന കാര്യം നീ സംസാരിക്കല. അതാണ് ഗീബത്ത്. ഒരു സഹോദരന് വെറുപ്പുള്ള കാര്യം നീ സംസാരിക്കലാണ് ഗീബത്ത്. ജ്യേഷ്ഠനെ കുറിച്ചാകാം, അനിയനെ കുറിച്ചാകാം, നാട്ടിലൊരാളെ കുറിച്ചാവാം, പണ്ഡിതനെ കുറിച്ചാകാം, ആരെ കുറിച്ചാവാം. അയാൾക്ക് വെറുപ്പുള്ള ഒരു കാര്യം അയാളെ കുറിച്ച് നിങ്ങൾ പറയല. വീട്ടില് വാപ്പെട്ട പേര് മുഹമ്മദ് അഹമ്മദ് എന്നായിരിക്കും, അയാൾക്ക് ലഖബ് ചീത്ത പേര് വിളിക്കുക. മനസ്സിലായില്ലേ? അത് വളരെ ഖുർആൻ വിലക്കിയ അപകടകരമായ കാര്യമാണ്. അള്ളാഹു നമ്മെ കാത്തി രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ സ്വാഭാവികമായി സഹാബത്ത് ചോദിക്കുകയാണ്,
ചോദിച്ചു, അഫറഅയ്ത ഇൻ കാന ഫീ അഖി, എന്റെ സഹോദരനിൽ ഉള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. മഅഖൂൽ, ഞാൻ പറയുന്ന കാര്യം എന്റെ സഹോദരനിൽ ഉള്ള കാര്യം. ഞാൻ എന്റെ ജേഷ്ഠനെ കുറിച്ച് പറഞ്ഞത് ഓൻ ചെയ്യുന്ന തെറ്റാണ്. ഞാൻ എന്റെ അനിയനെ കുറിച്ച് പറഞ്ഞത് അവൻ ചെയ്യുന്ന തെറ്റാണ്. ഞാൻ ഈ പള്ളിയിൽ വരുന്ന ഒരാളെ കുറിച്ച് പറഞ്ഞത് ഓൻ ചെയ്യുന്ന തെറ്റാണ്. ആരോടാ പറഞ്ഞത്? അവനോടല്ല. അതാ പ്രശ്നം. അടിവരെ ഇടുന്നട്ടോ, പറഞ്ഞത് അവനോടല്ല, പിന്നെ വേറൊരാളോട്. പള്ളിയിൽ വരുന്ന മുഹമ്മദ് ഖാനെ കുറിച്ചോ, പള്ളിയിൽ വരുന്ന അഹമ്മദ് ഖാനെ കുറിച്ചോ, ഇബ്രാഹിമിനെ കുറിച്ചോ, സുലൈമാനെ കുറിച്ചോ, ഷിയാബിനെ കുറിച്ചോ നിങ്ങൾ പറയേണ്ട ആരോടാ? ഷിയാബിനെ കുറിച്ചാണെങ്കിൽ ഷിയാബിനോട് പറയാം. ഞാൻ ഈ പള്ളിയിൽ ഖത്തീബായിട്ട് വരുന്നു, എന്നെ കുറിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നോട് സ്വകാര്യമായിട്ട് എന്നെ മാറ്റി ഒരു മിനിറ്റ് വേണം എന്നോട് പറയാ. അത് ഗുണകാംക്ഷയ, എന്നിൽ നന്മ പ്രതീക്ഷിച്ച സംസാര. എന്റെ കുപ്പായത്തിന്റെ ബാക്കിൽ ചെളിയുണ്ട്, എന്നെ വിളിച്ചിട്ട് പറയാം നിങ്ങളെ ഷർട്ടിന്റെ ബാക്കിൽ ചെളിയുണ്ട്, എനിക്കത് കഴുകാൻ വൃത്തിയാക്കാം. അതിന് അപ്പുറത്തുള്ള ആളോട് പറഞ്ഞിട്ടോ എന്നിട്ടോ ചിരിച്ചു, ഇപ്പുറത്തെ ആളോട് പറഞ്ഞു ഓനും ചിരിച്ചു, അപ്പുറത്തെ ആളോട് പറഞ്ഞു ഓനും ചിരിച്ചു. ഇയാൾക്കറിയാം ഈ കുപ്പായത്തിന്റെ ബാക്കിൽ ചളിയില്ലാക്ക അറിയോ? ഇല്ല. അയാൾക്കത് കഴുകാൻ പറ്റുമോ? ഇല്ല. അയാളോട് പറഞ്ഞിട്ടില്ല, അയാൾ അറിഞ്ഞിട്ടില്ല. നാട്ടുകാരെല്ലാരും ചിരിക്കുന്നുണ്ട്. എന്താ കാര്യം? ഇതാ നാട്ടിൽ നടക്കുന്നത്. അവന്റെ അടുത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്, ചിലപ്പോ അവനത് അറിയില്ല. അവന്റെ ഒരു സ്വഭാവത്തിൽ ഇങ്ങനെ വന്നു പോയതാണ്. അവനെ വിളിച്ചുപദേശിക്കണം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ചോദ്യം എന്താണ്? അഫറഅയ്ത ഇൻ കാന ഫീ അഖി മാ ഖുൽ, ഞാൻ പറയുന്നത് എന്റെ സഹോദരനിൽ, ഞാൻ പറയപ്പെട്ട സുഹൃത്തിൽ ഉള്ള കാര്യമാണ്. ഖാല, പ്രവാചകൻ പറഞ്ഞു, ഇൻ കാന ഫീഹി മാ തഖൂൽ ഫഖദ് ഇഖ്തബ്തഹു, നീ പറയുന്ന കാര്യം അവനിൽ ഉള്ളതാണെങ്കിൽ അതാണ് ഗീബത്ത്. അതിനാ ഗീബത്ത്, പരദൂഷണം എന്ന് പറയാ. ഉള്ള കാര്യം പറഞ്ഞടക്കലാണ് ഗീബത്ത്. എന്നിട്ട് പ്രവാചകൻ പറയാ, വഇൻ ലം യകുൻ ഫീഹി മാ തഖൂൽ, നീ പറയുന്ന കാര്യം അവനിൽ ഇല്ലാത്തതാണെങ്കിൽ ഫഖദ് ബഹത്തഹു, നീ അവനെ കുറിച്ച് കള്ളം പറഞ്ഞുണ്ടാക്കല. അതിന് വേറെ കുറ്റ. അപ്പൊ ഉള്ളത് പറയാൻ പറ്റുമോ? ഉള്ളത് പറയാൻ പറ്റുമോ? പറ്റില്ല. എന്നിട്ട് പറയലില്ലേ, മദ്രസ ക്ലാസ്സൊക്കെ ആണെങ്കിൽ ഒന്ന് കൈവക്കിയാൽ ഒന്ന് ചോദിച്ചു നോക്കി മനസ്സിനോട്. എന്നിട്ട് ജീവിതത്തിൽ ഇന്ന് വരെ ഒരാളെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടില്ലേ? പരദൂഷണം നടത്തിയിട്ടില്ലേ? കണ്ട് മുട്ടിയാൽ അപ്പ ചോദിക്കും ആ മറ്റേ കാര്യം എന്തായി? പിന്നെ തുടങ്ങി. പിന്നെ ഓനെ കുറിച്ച് 100 കുറ്റാണ്. എന്നിട്ട് അവന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടോ? അതുകൊണ്ട് നിങ്ങളുടെ ആമല് പൊളിഞ്ഞു പോകും. നിങ്ങളുടെ ആമല് പൊളിഞ്ഞു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏഷണി, പരദൂഷണം. ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത നമ്മാം, ഏഷണി നടത്തുന്ന ഒരാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. ഒരു തമാശക്ക് പോലും ചില ആളുകളുടെ ഒപ്പം ഇരുന്നാല് ആളുകൾ പറയും അവന്റെ കൂടെ ഇരിക്കാൻ നല്ല രസമാണ്, അവന്റെ വർത്തമാനം കേട്ട് ചിരിച്ച് ചിരിച്ച് കുഴങ്ങുന്നു. ചിരിപ്പിക്കാൻ വേണ്ടി ഇവൻ കളവറയല്ല. ഇല്ലാത്ത കഥകൾ ഇങ്ങനെ പറയും, അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി, എല്ലാവരും ചിരിക്കും, അത് ഭയങ്കര ഹാപ്പിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിച്ചിരിക്കുന്ന 9 ഭാര്യമാർ, ഒരേ സമയത്ത് 9 ഭാര്യമാർ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട്. നമുക്ക് ഒളിച്ചു കാണുന്നില്ല. അത് ലോകത്ത് ചർച്ച ചെയ്യുന്ന കാര്യമാണ് അല്ലേ? പ്രവാചകന്റെ ബഹുഭാരിത്വം ലോകം ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ഞാൻ അവിടേക്ക് ഇപ്പൊ പ്രവേശിക്കുന്നില്ല. അതിൽ ഒരു കന്യക മാത്രമാണ് ഉണ്ടായിരുന്നത്, ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വലിയ ഇഷ്ടമായിരുന്നു ആർക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ഒന്ന് നബിയേക്കാൾ 2 വയസ്സ് കുറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മോള, ഏറ്റവും ക്ലാസ് ഫ്രണ്ടിന്റെ മോള. മോളെ ഭർത്താവിന് മോളപ്പാനേക്കാളും 2 വയസ്സ് കൂടുതലാ. ആയിക്കോട്ടെ, വലിയ ഇഷ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയിഷ ബീവിയെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ വലിയ ഇഷ്ടായിരുന്നു. ഒരിക്കൽ സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങളുടെ എല്ലാവരുടെയും ഈമാൻ 1 തുലാസിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഈമാൻ 1 തുലാസിലും വെച്ചാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഈമാൻ തൂകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായില്ലേ? ചെറിയ കാര്യമൊന്നല്ല. ഈമാനിന്റെ നിറകുടമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു.
എന്തു പറഞ്ഞാലും. ഇസ്രാ മിഅ്റാജിന്റെ സംഭവം പറഞ്ഞപ്പോ എന്താ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞത്? നബി അങ്ങനെ പറഞ്ഞോ? റസൂലുള്ള പറഞ്ഞോ സല്ലല്ലാഹു അലൈഹി വസല്ലം? എന്നാ ഞാൻ വിശ്വസിച്ചു. ഒരു രാത്രി കൊണ്ടേ, ഒറ്റ രാത്രി കൊണ്ടാണ് ഇന്ന് പ്രശ്നം നടക്കുന്ന പലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് 7-ാം ആകാശത്തേക്ക് തിരിച്ചു വരുന്നത്. ഇത് കേട്ടിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞത്, നബി പറഞ്ഞോ അങ്ങനെ? ഞാൻ വിശ്വസിച്ചു. അതുകൊണ്ട് നിൽക്കട്ടെ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വലിയ ഇഷ്ടായിരുന്നു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. എന്നിട്ടോ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നബിയുടെ ഭാര്യമാരിൽ ഉയരം കുറഞ്ഞ ഒരു ഭാര്യ ഇങ്ങനെ നടന്നു വരുമ്പോ ആയിഷ ബീബി ഒന്ന് തമാശാക്കിയിട്ട് നബിയോട് പറഞ്ഞു, നിങ്ങളെ ചോട്ട വരുന്നുണ്ട്. അത്രേ ഉള്ളൂ കേട്ടോ. ഇത്ര ചെറിയ കാര്യമാണ് നമ്മളെ കണ്ണില്. നിങ്ങളെ ചോട്ട വരുന്നുണ്ട്, ഖസീറ, നിങ്ങളെ ഖസീറ വരുന്നുണ്ട് എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി കേൾക്കണ്ടേ? ആയിഷ ബീവിക്ക് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഖദ് ഖുൽതി കലിമ. ആയിഷ, നീ ഇപ്പോ പറഞ്ഞ വാക്കുണ്ട്, ലൗ മുസിജത് ബിമാഇൽ ബഹരി ലമസജതുഹു. ആയിഷ, നീ ഇപ്പോ പറഞ്ഞ കളിയാക്കി പറഞ്ഞ വാക്കില്ലേ, കടലിൽ കൊണ്ടുപോയി കലക്കിയാൽ കടൽ കലങ്ങി പോകും. ഇപ്പൊ നീ പറഞ്ഞ വാക്ക് കടലിൽ കൊണ്ടുപോയി കലക്കിയാൽ കടല് കലങ്ങി. ആരോടാ പറഞ്ഞ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട്. എന്നിട്ട് പറഞ്ഞു, പോയിട്ട് പറ, തെറ്റുപറ്റി പോയി, മാപ്പ് പറ. മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് ഏതോ ഒരു പെണ്ണല്ല, നബിയുടെ മറ്റൊരു ഭാര്യയാണ്. അവിടെ കുറച്ചുകൂടി പോരൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അല്ലേ? പോയിട്ട് പറ, തെറ്റുപറ്റിപ്പോയി, നിന്റെ ഈ വാക്ക് കടലിൽ കൊണ്ടുപോയി കലക്കിയാൽ കടല് കലങ്ങും എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അപ്പൊ നമ്മളൊക്കെ വിളിക്കുന്ന വാക്കോ, നമ്മളൊക്കെ പരാമർശിക്കുന്ന പരാമർശങ്ങളോ, നമ്മളൊക്കെ മറ്റുള്ളവരെ കുറിച്ച് അവരുടെ അഭാവത്തിൽ പറയുന്ന വർത്തമാനങ്ങളോ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നാളെ പരലോകത്ത് ഒരു അടിമ കേട്ടോ, ഇന്നൽ അബ്ദ ലയുഅത കിതാബഹു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഒരു അടിമയുടെ കയ്യിൽ അവന്റെ ഗ്രന്ഥം നൽകുകയാണ്. നമ്മുടെ കയ്യിൽ ഗ്രന്ഥം കിട്ടുമ്പോൾ നമ്മൾ ആശ്ചര്യഭരിതരായി, മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സ്വഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ എന്ന് പറഞ്ഞിട്ട് നാളെ ആശ്ചര്യഭരിതരായി നിൽക്കുന്ന, ചെറുതും വിട്ടില്ല വലുതും വിട്ടില്ല, ഇതെന്തൊരു ഗ്രന്ഥമാണ് എന്ന് മനുഷ്യൻ പറയുന്ന ഒരു സന്ദർഭമുണ്ടല്ലോ. നിൽക്കട്ടെ, ഒരടിമയുടെ കയ്യിൽ അവന്റെ ഗ്രന്ഥം കിട്ടി. അപ്പോ ഫയറാ ഫീഹി ഹസനാത്ത്, കുറേ നന്മകൾ ആ ഗ്രന്ഥത്തിൽ ഇങ്ങനെ കണ്ടു. ലം യകുൻ അമിലഹാ, ഈ അമലൊന്നും ചെയ്തതല്ല. അവന്റെ കയ്യിൽ ഗ്രന്ഥം കിട്ടിയപ്പോ ഗ്രന്ഥം ഇങ്ങനെ നോക്കുമ്പോ ധാരാളം അമല്, ഇഷ്ടം പോലെ നല്ല നല്ല പ്രവൃത്തി, ഇതൊന്നും അയാൾ ചെയ്തിട്ടില്ല. ചെയ്യാത്തത് അവന്റെ റെക്കോർഡിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോ ഈ അടിമ അള്ളാഹുവിനോട് പറയും, ഫയഖൂലു യാ റബ്ബ്, എന്റെ റബ്ബേ, എന്റെ റബ്ബേ. എന്താ ചോദിക്കുന്നത് അള്ളാഹുവിനോട്? റബ്ബേ, എന്റെ രേഖ കിട്ടി, എന്റെ രേഖയിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കുറെ സൽക്കർമ്മങ്ങൾ രേഖപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് എന്റെ റബ്ബേ, മിൻ ഐന ലി ഹാദാ, ഇത് എവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത്? ഫയഖൂലു ഹാദാ. അപ്പോ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മറുപടി വരും. എന്താ മറുപടി എന്നറിയോ? അത് ബിമഖ്തബാഖ്. എന്താണ് യഖ്തബാഖ് എന്ന് പറഞ്ഞാൽ? എന്ന് പറഞ്ഞാൽ എന്താ? നിന്നെ കുറിച്ച് മറ്റുള്ളവർ നടത്തിയ ഗീബത്തിലൂടെ കേട്ടോ. ജനങ്ങൾ നിന്നെ കുറിച്ച് നടത്തിയ നീ അത് അറിഞ്ഞിട്ടേയില്ല. നിന്നെ കുറിച്ച് ഇഷ്ടം പോലെ ആളുകളെ ഗീബത്ത് പറഞ്ഞ് നടക്കലായിരുന്നു പണി. അതുകൊണ്ട് ആ പറഞ്ഞവരുടെ അമല് നിന്നിലേക്ക് ചാർത്തിയതാണ് നീ കാണുന്നത് എന്ന് നാളെ പരലോകത്ത് നിന്ന് മറുപടി കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ ഇടയിലൂടെ, ഖബറുകൾക്കിടയിലൂടെ ഞാൻ നടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, ഈ ഖബറിൽ ആരാണ്? ഈ ഖബറിൽ ആരാണ്?
അപ്പോ ചില സഹാബികൾ പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല. ചില ആളുകൾ പറഞ്ഞു ഇന്ന ഫുലാനാണ്, ഇന്ന ആളാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഈ ഖബറിലുള്ള ആളുകളെ വല്ലാതെ ശിക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലാഹു. ആ ശിക്ഷയ്ക്ക് കാരണം എന്തെന്നറിയുമോ? അഹദുഹുമാ, ഒരാളുടെ ശിക്ഷയ്ക്കുള്ള കാരണം വകാന യംശി ബിന്നമീമ, എപ്പോഴും ഏഷണി പറഞ്ഞു നടക്കുന്ന ആളായിരുന്നു. വഅമ്മൽ ആഖർ, രണ്ടാമത്തെ ആളുടെ കാരണം വകാന ലാ യസ്തതിറു മിൻ ബൗലിഹി, മൂത്രമൊഴിച്ചാൽ മര്യാദക്ക് വൃത്തിയാക്കുമായിരുന്നില്ല. ഒക്കെ ചെറിയ കാര്യം. നല്ല ടൈറ്റുള്ള പാന്റൊക്കെ ഇട്ട കുറെ ആൾക്കാരുണ്ടാവും പള്ളിയിൽ, ഉണ്ടാവില്ലേ? ഉണ്ടാവും. നല്ല ടൈറ്റുള്ള പാന്റ് ഇട്ട് വരും, മൂത്രപ്പോലിൽ ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ, നേരെ മൂത്രയിക്കാനും വയ്യ. എന്നിട്ട് മൂത്രയിച്ച് പുറത്തിറങ്ങുമ്പോഴേക്ക് 2-3 തുള്ളി അടിവസ്ത്രത്തിലാകും. നാളെ ഖബറിൽ നേരെ മര്യാദക്ക് കിടക്കാൻ അല്ലാഹു വിടൂല. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. എവിടുന്ന് കിട്ടിയതാ ഈ പാന്റൊക്കെ? അത് എനിക്ക് ഇഷ്ടപ്പെട്ട സെലിബ്രിറ്റി കാണിച്ചിട്ടുള്ള ഓൻ ഒരു സിനിമയിൽ ഇത്ര ലൂസുള്ള, അടിയിൽ ഇത്ര ലൂസുള്ള പാന്റ് ഇട്ടാ നമ്മൾ അത്ര ലൂസുള്ള. പെൺകുട്ടികളൊക്കെ പാന്റ് നെരിയാണിക്ക് മേലെയാണ്. എവിടുന്നാ കിട്ടിയത്? ഇഷ്ടപ്പെട്ട നടി നെരിയാണിക്ക് മേലെ പാന്റ് ഇട്ട് 2 കാലും നെരിയാണി കാണിച്ചു, ഒന്നിലൊരു ചരട് കെട്ടി. നമ്മളെ കുട്ടികളൊക്കെ കെട്ടാൻ എത്ര പെട്ടെന്നാ സ്പ്രെഡ് ആവുക. 1400 വർഷമായിട്ട് ഖുർആൻ ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കുക. സ്ത്രീയുടെ വേഷം എങ്ങനെ ആകണം, പുരുഷന്റെ ഡ്രസ്സ് എങ്ങനെ ആവണം, അല്ലെ? മുടി ഇവിടെ ക്രോപ്പ് ചെയ്തവരുണ്ടാവും ഈ പള്ളിയിൽ, ഉണ്ടാവും. സ്ത്രീകളുടെ ഭാഗത്തുണ്ടാവും കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പാന്റും ടീഷർട്ടും ഒക്കെ ഇട്ട് പുറത്തിറങ്ങുന്നവര്, ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെയാണ് പുറത്ത് നടക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ പള്ളിയിൽ വരണമെന്നില്ല. ഇത് അല്ലാഹുവിന്റെ വീടാണ്, തമാശ കളിക്കാനുള്ള സ്ഥലമല്ല. പള്ളിയിൽ വരുമ്പോ മാത്രം ഒരു പർദ്ദി വേഷം ബാഗിലിട്ട് വരിക. എന്നിട്ട് പുറത്തിറങ്ങിയാൽ പിന്നെ ഈ പറഞ്ഞ പോലെ നെരിയാണിന്റെ മേലെ പാന്റും ഒരു ടീഷർട്ടൊക്കെ ആയിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ മാറ്റം നിങ്ങൾക്കുണ്ടാവണം. നിങ്ങൾ പള്ളിയിൽ നിന്ന് ആട്ടിയകറ്റുകയല്ല. മാറ്റം വരാതെ ഇത് ആഴ്ചകളായി തുടരുന്നുവെങ്കിൽ നിങ്ങൾ പള്ളിയിൽ വരണമെന്നില്ല. പള്ളി അല്ലാഹുവിന്റെ വീടാണ്, അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട കേന്ദ്രമാണത്, പരിശുദ്ധമായ സ്ഥലമാണ്. സാന്ദർഭികമായി ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ മുടി ക്രോപ്പ് ഹറാമ, കള്ളു കുടിക്കൽ ഹറാം എന്ന് പറഞ്ഞ പോലെ, ചീട്ട് കളിക്കുന്ന ഹറാം എന്ന് പറഞ്ഞ പോലെ, ചൂതാട്ടം ഹറാം എന്ന് പറഞ്ഞ പോലെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ഒരു സൈഡിൽ മാത്രം, അല്ലെങ്കിൽ തലയുടെ 2 ഭാഗങ്ങളിൽ മാത്രം മുടി ചെറുതാക്കുക, മെഷീൻ വെക്കുക, ബാക്കി നേരെ. ഹറാം എന്നാ പറഞ്ഞു, ഹറാമാണ് മുടി ക്രോപ്പ് ചെയ്ത്. എന്താ ചെയ്താല് പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല. ഈ പള്ളിയിൽ പോലീസുകാരൊക്കെ ഉണ്ടാവും. ഓലിപ്പോ നിങ്ങളോടൊന്നും പറയില്ല. ഇസ്ലാമിന്റെ നിയമ, മനസ്സിലായില്ലേ? ഇസ്ലാമിന്റെ നിയമ. നെരിയാണിക്ക് താഴെ പാന്റ് ഇട്ടാൽ എന്താന്ന് ഒരാൾ ചോദിച്ചു. എന്താ? ആരും ഒന്നും പറയില്ല. അള്ളാന്റെ നിയമമാണ്. അതുകൊണ്ട് പുരികം പറിച്ചു കളയരുത്, അള്ളാന്റെ നിയമമാണ്. ഞാൻ ചെയ്താൽ എന്താ? കൊമ്പ മീശയാക്കി വളർത്തരുത്, പടച്ചോന്റെ നിയമമാണ്. പെണ്ണ് ആൺവേഷം കെട്ടരുത്, അള്ളാഹുവിന്റെ നിയമമാണ്. ആണ് പെൺവേഷം കെട്ടരുത്, റബ്ബിന്റെ നിയമമാണ്. ഞാൻ ചെയ്താൽ എന്താ? അതിനുത്തരമില്ല. പരലോകത്തുള്ള കാര്യമാണ്, അത് പരലോകത്തെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ദീന് എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പല ചെറുപ്പക്കാരും അങ്ങനെ വരുന്നത് കാണുന്നുണ്ട്. പാന്റ് എത്ര മടക്കാണ്? ആരും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കണ്ട. ഞാൻ ആരും മുഖത്ത് നോക്കാത്ത പറയുന്നത് എന്താ അറിയോ? നീ എന്നെ കുറിച്ചാ പറയുന്നത് തോന്നണ്ട. പാന്റ് ഇങ്ങനെ മടക്കി വെച്ച് എന്തേ പെട്ടെന്ന് എങ്ങനെ ഒരാഴ്ചന്റെ ഉള്ളിൽ അത് വലുതാകും എന്ന് വിചാരിച്ചിട്ട് 4 മടക്ക് അയച്ചിട്ടാല് നെരിയാണിൻ്റെതായ ഷൂവിന്റെ ഉള്ളിൽ, ചെരുപ്പിന്റെ ഉള്ളിൽ ചവിട്ടിയിട്ട് ആ പാന്റിന്റെ അടിഭാഗത്ത് ഓട്ടയിട്ട് ഇങ്ങനെ വലിച്ചു വരിക. എന്നിട്ട് പള്ളിക്ക് കൊണ്ട് കയറുമ്പോ ഓതൊക്കെ എടുത്തിട്ട് ഒരു 5 മടക്ക. അള്ളാനെ പറ്റിക്ക. അങ്ങനെ ഉണ്ടോ? ഇസ്ലാമിലൊരു നിയമമുണ്ടോ? നിസ്കരിക്കുമ്പോ മാത്രം നെരിയാണിക്ക് മേലെ ഇല്ല. മുസ്ലിമിനോട് പറഞ്ഞ് നെരിയാണിക്ക് മുകളിലാവണം നിന്റെ ഡ്രസ്സ്. അത് നിസ്കരിക്കുമ്പോ മാത്രമല്ല, എപ്പോഴും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോഴാ മടക്കൊക്കെ അയച്ചിട്ടത്. അറബികളുടെ സ്വഭാവമാണ് നിസ്കരിക്കാൻ നേരത്തെ മടക്കൊക്കെ അയച്ചിട്ട് ഓതെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മടക്കി വെക്കും. നമ്മൾ നേരെ തിരിച്ചാ, നിസ്കരിക്കുമ്പോ മടക്കി, നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ മനസ്സിലായില്ലേ? അപ്പൊ എന്താണ് ദീന് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. നാളെ പരലോകത്ത് അള്ളാഹു നോക്കാത്തൊരു ടീമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു, അള്ളാഹു നോക്കുകയില്ല.
ലാ യൻദുറു ഇലൈഹിം, അല്ലാഹു അവരിലേക്ക് നോക്കുകയില്ല. വലാ യുസക്കീഹിം, അല്ലാഹു അവരെ സംസ്കരിക്കുകയില്ല. വലാ യുകല്ലിമുഹും, അല്ലാഹു അവരോട് സംസാരിക്കുകയില്ല. ആ ടീമിൽ അല്ലാഹു എണ്ണി കേട്ടോ. ഒന്ന് മന്നാനാണ്, അൽ മന്നാൻ, ചെയ്ത ഉപകാരം എടുത്തു പറയുന്ന ആള്. ഇപ്പൊ ആ വിഷയത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. പിന്നെ ഒന്ന് അൽ മുസ്ബിൽ, നെരിയാണിക്ക് താഴെ വസ്ത്രമിട്ടവൻ. ഇതൊക്കെ അറിഞ്ഞിട്ടും അങ്ങനെയാണ്. ഞാൻ ബിസിനസ്സുകാരനാണ്, നെരിയാന്റെ മേലൊക്കെ ഇങ്ങനെ പാന്റൊക്കെ എടുത്ത് ഓല കൂട്ടത്തിൽ ചെന്നാൽ എന്നെല്ലാരും ഇങ്ങനെ നോക്കൂ. അങ്ങനെ ഓവറായിട്ട് മുട്ടുകാല് വരെ കൊണ്ടാണെന്ന് പറഞ്ഞിട്ടില്ല, നെരിയാണിന്റെ മുകളിൽ നിർത്താനാ പറഞ്ഞത്. അതൊരു നാണക്കേടാണ്. VVIP സദസ്സിലൊക്കെ നെരിയാണിന്റെ മേലെ പാന്റ് എടുത്ത് നിൽക്കാൻ പല മുസ്ലിം പ്രമാണിമാർക്കും മടിയാണ്. ഓന്റെ പൈസന്റെ അടയാളം വരെ കാണിക്കല് തുണി ഇങ്ങനെ നിലത്തയച്ചിട്ടില്ല. ആ വമ്പൊന്നും അള്ളാന്റെ കോടതിയിൽ നടക്കൂല, പടച്ചോന്റെ കോടതിയിൽ നടക്കൂല. അതൊക്കെ ഇവിടെ കാണിക്ക വമ്പും ഈ വലിയ വർത്തമാനങ്ങളും ഈ കാര്യങ്ങളൊക്കെ നാളെ റബ്ബിന്റെ കോടതിയിൽ നമ്മെ രക്ഷപ്പെടാൻ അതൊന്നും ഉപകരിക്കില്ല. നമ്മൾ അപകടത്തിലാക്കുകയാണ് ചെയ്യുക. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പറഞ്ഞ വിഷയം എന്താണ്? ഗീബ. നമ്മുടെ സമയം, ഖുതുബയുടെ സമയം, നമുക്ക് കുറെ കാര്യങ്ങൾ പറയാൻ സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ ഒരു പോയിന്റ് കൂടി ശ്രദ്ധിക്കുക. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറയാ, വിശദീകരിക്കാതെ പറയാട്ടോ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന എത്ര മനുഷ്യന്മാരുടെ അമലുകളെയാണ് നാവ് സൂക്ഷിക്കാത്തതിന്റെ പേരിൽ ഫസാദിലാക്കി കളഞ്ഞത്. എത്രയോ നല്ല മനുഷ്യൻ, നല്ല സ്വഭാവ, കറക്റ്റ് നിസ്കരിക്കും, എന്ത് നല്ല പെരുമാറ്റ, പക്ഷെ നാവ് സൂക്ഷിക്കൂല, ഗീബത്ത് പറയും. അതുകൊണ്ട് അവന്റെ നിസ്കാരം, നോമ്പ്, സക്കാത്ത് പലതും പൊളിഞ്ഞു പോയിട്ടുണ്ട്. എത്രയെത്ര പ്രവർത്തകന്മാരുടെ പ്രവർത്തനങ്ങളുടെ ആ പ്രതിഫലമാണ് ഈ ഗീബത്ത് നശിപ്പിച്ചു കളഞ്ഞത്. എത്രയെത്ര ആളുകളുടെ ആളുകളെയാണ് അള്ളാഹുവിന്റെ കോപം, ലോകത്തുള്ള എത്ര മനുഷ്യരുടെ മേലെയാണ് അള്ളാഹുവിന്റെ കോപം ഗീബത്ത് കൊണ്ട് പിടിപെട്ടിട്ടുള്ളത്. നീച്ചന്മാരുടെ ഭക്ഷണാണ്. ഓനെ തോൽപ്പിച്ച് കളയാൻ കഴിയില്ല എന്ന് തോന്നിയപ്പോ എടുക്കണ ഭക്ഷണാണ്, വിഭവാണ് എന്ത്? ഗീബത്ത്. എന്നാ പിന്നെ ആളുകൾക്കിടയിൽ ഓനെ ഒന്ന് മോശാക്കാം. ഇത് നീചന്മാരുടെ ഭക്ഷണമാണ്. ബലമില്ലാത്ത ദുർബലന്മാരുടെ ആയുധമാണ്. ആരാ പറഞ്ഞത്? ഇമാം ജൗസി റഹിമഹുല്ലാഹ്. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയാണ് കേട്ടോ, എന്താ പറയുന്നറിയോ? അത് എത്രയെത്ര നല്ല മനുഷ്യന്മാരാണ് അതിനെ ചവച്ചിറക്കിയത്, എത്രയെത്ര നല്ല മനുഷ്യരുടെ ചെവികളാണ് അതിന് കാതുകൊടുത്തത്. നമ്മൾ ഇവത്തൊന്നും പറയില്ല, വേറൊരാൾ ഇങ്ങനെ പറഞ്ഞപ്പോ മിണ്ടാതിരുന്ന് കേട്ടു. എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞു, ഇങ്ങനൊന്നും പറയാൻ പാടില്ല കേട്ടോ, എല്ലാം കേട്ട് തുടങ്ങുമ്പോ പറയണം, തുടങ്ങുമ്പോ പറയാം, എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് പറയാം. എന്ത് ഇത് ഭയങ്കര പ്രശ്നമാണ്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. തുടങ്ങുമ്പോ പറയണം, റൂട്ട് മാറി എന്ന് കണ്ട അപ്പ പറയണം, നിർത്ത്, ഇത് മറ്റുള്ളവരുടെ കുറ്റം പറയില്ല, ഞാനില്ല, നിർത്തിക്കോ. ശ്രദ്ധിക്കലുണ്ടോ ഇല്ലേ? അള്ളാഹു ശ്രദ്ധിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻ നജാത്ത്, എങ്ങനെയാണ് പ്രവാചകരെ, എന്താണ് ഈ വിജയം, എങ്ങനെ ജയിക്കുക, എങ്ങനെയാണ് ഈ വിജയം, എന്താണ് ഈ വിജയം? എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ട്. ഒരു സഹാബി നബിയോട് ചോദിക്കുക, നബി എന്താ വിജയം, എങ്ങനെ ജയിക്കുക എന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻ നജാത്ത് ഖാല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി കേട്ടോളൂ, വിശദീകരിച്ച് പറയേണ്ടതാണ്, പെട്ടെന്ന് പറയാം. അംസിക് അലൈക ലിസാനക, നീ നിന്റെ നാവിനെ പിടിച്ചു കെട്ട്. നബിയെ എനിക്ക് ജയിക്കണം, ജയിക്കാനുള്ള മാർഗം എന്താ എന്ന് നബിയോട് ചോദിച്ചപ്പോ പറഞ്ഞു കൊടുക്കുന്ന മറുപടി എന്താണ്? അംസിക് അലൈക ലിസാനക, നീ നിന്റെ നാവിനെ പിടിച്ചു കെട്ട്. കഴിയോ? നീ ഖുതുബ കഴിഞ്ഞ് കാറിൽ പോകുമ്പോ പറയും കേട്ടോ, നല്ല ഖുതുബയായിരുന്നു, കേൾക്കേണ്ടതാണ്, എന്നിട്ട് രണ്ടാളെ കുറ്റം പിന്നെ പറയും.
കാര്യമില്ല. നിന്റെ നാവിനെ പിടിച്ചു കെട്ട്. നിന്റെ വീട് നിനക്ക് മതിയായതാക്ക് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത സമയത്ത് പുറത്തു കൊണ്ട. ചില ആളുകള് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, രാവിലെ ഇറങ്ങും, സുബൈ കഴിഞ്ഞ് ഇറങ്ങും. എന്നിട്ട് അങ്ങാടിയിൽ ചെറിയ ചെറിയ ഗ്രാമങ്ങളിലൊക്കെ ചെറിയ ഹോട്ടലൊക്കെ ഉണ്ട്, അതിന് മുന്നിൽ ഇട്ട ബെഞ്ചിൽ വന്നിരിക്കും. അപ്പൊ ആളുകൾക്ക് എന്താ പരിപാടി? ഒന്നുമില്ല, ചായ കുടിച്ചിട്ട് പോവില്ല. പിന്നെ അവരെണീച്ചിട്ട് വേണം വേറെ ഉണ്ടാക്കിയിരിക്കാൻ. വലിയ ഹോട്ടലൊന്നല്ല, എണീക്കൂല, അവിടെ ഇരുന്ന് വർത്താനം പറയാണ്. എന്താ പറയുന്നത്? എന്താ പറയാനുള്ളത്? വെറുതെ എന്തൊക്കെയോ പറയാ. എത്ര ദിവസമായി തുടങ്ങിയിട്ട്? 50 വയസ്സായി. ഒരു 20 വയസ്സിൽ തുടങ്ങിയതാ, 30 തുടങ്ങിയതാ, 10 വർഷമായി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കേನೆ. പറഞ്ഞത് തന്നെ വീണ്ടും പറയും. ചില ആളുകൾ പറയും, എത്ര വട്ടം പറഞ്ഞ ഞങ്ങള്? ഞാൻ മറന്നുപോയി. പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞോണ്ടിരിക്കുക. കാര്യമായിട്ട് പണിയൊന്നുമില്ല. മറ്റുള്ളവരെ പച്ചമാംസം തിന്ന് രാഷ്ട്രീയം പറഞ്ഞ് അവിടെ അങ്ങനെ ഇരിക്കും. അതുകൊണ്ട് നബി പറയണേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിനക്ക് നിന്റെ വീട് മതിയായതാക്കുക എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത സമയം നീ വീട്ടിലിരിക്കേ. ആവശ്യമുണ്ടോ അങ്ങാടിക്കിറങ്ങുക. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളിയാണ്. ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത സ്ഥലം മാർക്കറ്റാണ്. സാധനം വാങ്ങാൻ മാർക്കറ്റിൽ പോയിക്കോ, കച്ചവടത്തിന് പോയിക്കോ, ക്രയവിക്രയത്തിന് പോയിക്കോ. എന്തിനാ അങ്ങാടി പോണേ? ആവശ്യമൊന്നുമില്ല, വെറുതെ. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം, നിന്റെ തെറ്റിനെ കുറിച്ച് ആലോചിച്ച് നീ കരയും. കരഞ്ഞിട്ടുണ്ടോ? നിന്റെ തെറ്റിനെ കുറിച്ച് ആലോചിച്ച് നീ കരയും. അല്ലാഹുവേ, സംഭവിച്ചു പോയി റബ്ബേ, സംഭവിച്ചു പോയി അല്ല, പറഞ്ഞു പോയി അല്ല, കണ്ടുപോയി അല്ല, സാക്ഷിയായി പോയി അല്ല, കൂട്ടുനിന്ന് പോയി അല്ല, അവന്റെ കൂടെ ഞാനും ചെന്നു പെട്ടുപോയി റബ്ബേ. ഇനി എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് തെറ്റു മനസ്സിലായി. പൊട്ടിക്കരഞ്ഞ് കണ്ണുനീര് ഒഴിച്ച് പ്രിയപ്പെട്ടവരെ താടി രോമങ്ങളിലൂടെ ഒറ്റി ഒറ്റി വീണ് പാതിരാത്രിയിൽ ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോ എഴുന്നേറ്റ് നിന്ന് അതേ കുളിച്ച് ഒന്നുമെടുത്ത് പ്രിയപ്പെട്ടവർ ഒരു 3 റക്അത്ത് നമസ്കരിച്ച് ആ മുസല്ല നനയുമാണ് ഒന്ന് നമസ്കരിക്കാൻ റെഡിയാകി സുജൂദിൽ കിടന്ന് പറ അല്ലാഹുവോട്. സമയല്ലേ? വിളി വരുമ്പോ പോവേണ്ടി വരും. അപ്പൊ ഖേദിച്ചിട്ട് കാര്യമില്ല. സമയമില്ല എന്നാണോ? നേരല്ല, എണീക്കണമെന്നുണ്ട്, നിസ്കരിക്കണമെന്നുണ്ട്, പക്ഷെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ചില ആളുകൾ പറയാം, ഞാൻ കച്ചവടത്തിന്റെ തിരക്കില. എന്തിനാ കച്ചവടം? എന്തിനാ കച്ചവടം? ഞാൻ 30 കൊല്ലായി ഗൾഫിലാ. എന്തിനാ 30 കൊല്ലം നിന്നത്? നിനക്ക് മാത്രം ജീവിക്കാനാണെങ്കിൽ എന്തിനാ സുഹൃത്തെ നീ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ എടുത്തത്? നിന്റെ ഭാര്യക്കും മക്കൾക്കും അല്ലേ? നിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ? ആണ്. എന്നിട്ട് ഇവരൊക്കെ നാളെ നിനക്കെതിരാകും. മക്കള് പറയും, പടച്ചോനെ എന്റെ വാപ്പയാണത്, ഇങ്ങോട്ട് കൊണ്ടാ. വൈക്കോല് ചവിട്ടി മതിക്കണ പോലെ എന്റെ വാപ്പാനെ ഞാൻ ചവിട്ടാമെന്ന് പരലോകത്തുനിന്ന്. എന്റെ ഉമ്മാന്റെ കാലിനടിയിലേക്ക് ഉമ്മാനെ കൊണ്ടാ ഞാൻ ചവിട്ടി മതിക്കാം. ഈ മക്കൾക്ക് വേണ്ടിയിട്ടാ 30 കൊല്ലം 40 കൊല്ലം പ്രവാസ ലോകത്ത് നിന്നത്. തൃശ്ശൂരിൽ നിന്ന് രാത്രി 12 വരെ കച്ചവടം ചെയ്ത് നിന്നത്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനാണെങ്കിൽ ഈ അധ്വാനം വേണ്ടില്ലായിരുന്നു. ഈ മക്കളും ഭാര്യ നിങ്ങൾക്കെതിരാകും നിങ്ങൾ ദീന് വിട്ട് കളിച്ചാൽ. സൂക്ഷിക്കണമെന്ന് മാത്രം. അള്ളാഹു സൂക്ഷിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു താല പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. അള്ളാഹുവെ, വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും നീ പുറത്തു കൊടുക്കണേ അള്ളാഹ്. അള്ളാഹുവെ, ലോകത്തിന്റെ നാനാഭാഗത്ത് വേദനിക്കുന്നവർക്ക് നീ ആർദിയും ആശ്വാസവും ഉണ്ടാക്കി കൊടുക്കണേ അള്ളാഹ്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم خلص قلوبنا من الرياء. اللهم خلص قلوبنا من النفاق. اللهم خلص قلوبنا من الشرك والكفر. آمين آمين برحمتك يا أرحم الراحمين.